എല്ലാവർക്കും നമസ്കാരം. 27 നക്ഷത്ര ജാതകരായിട്ടുള്ളവരുടെ 2026 വിഷു ഫലമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് ചതയം നക്ഷത്രത്തിൻ്റെ വിഷു ഫലമാണ് പറയാൻ പോകുന്നത്. ചതയം നക്ഷത്രത്തിന് പ്രധാനമായും സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്ന ഒരു കാലയളവാണ് ഇത്. കൂടാതെ നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും ജോലിയിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ്. അതുപോലെ തന്നെ പുണ്യ ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ പുണ്യ ആരാധനാലയ ദർശനം നടത്തുവാനുള്ള അവസരമുണ്ടാകും. അത് ഏത് മതത്തിൻ്റെയാണ് എന്നില്ല, ഏത് മതത്തിൻ്റെയാണ് എങ്കിലും നല്ല വലിയ ആരാധനാലയങ്ങളിൽ സന്ദർശിക്കുവാനുള്ള ഭാഗ്യം ഈ വിഷുവർഷത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കലാകാരന്മാർക്ക് പുരസ്കാരങ്ങൾ ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ 2026 വിഷു വർഷം. അതുപോലെ രാഷ്ട്രീയക്കാർക്ക് പേരും പെരുമയുമൊക്കെ വർദ്ധിക്കുന്ന ഒരു കാലയളവാണ് ഈ വരുന്നത്. ആരോഗ്യപരമായി പറയുകയാണെങ്കിൽ നിലവിൽ ഉണ്ടായിരുന്ന രോഗങ്ങൾക്കൊക്കെ ഒരു ശമനം ലഭിക്കുന്ന ഒരു വർഷമാണ് ഈ 2026 വിഷു വർഷം. വിദ്യാർത്ഥികളായിട്ടുള്ള ചതയം നക്ഷത്രക്കാരാണ് എങ്കിൽ അവർക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. നല്ല ഗുരുക്കന്മാരെ ഒക്കെ കിട്ടും, നല്ല സുഹൃത്തുക്കളെ ഒക്കെ കിട്ടും, മനസ്സിന് ഇഷ്ടപ്പെട്ട കോഴ്സൊക്കെ കിട്ടുന്ന ഒരു വർഷമാണ് ഈ 2026 വിഷു വർഷം. കുടുംബപരമായി പറയുകയാണെങ്കിൽ കുടുംബത്തിൽ പൊതുവെ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും. എന്നാൽ ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ ചെറിയ അസ്വാരസ്യങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. തൊഴിൽപരമായി നിങ്ങൾ ഏത് ജോലി ചെയ്യുന്നവരാണെങ്കിലും അതിന് പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഈ 2026 വിഷു വർഷം. വിവാഹപരമായിട്ട് പറയുകയാണെങ്കിൽ പുരുഷന്മാർക്ക് വർഷത്തിൻ്റെ ആദ്യ ഭാഗം അത്ര നന്നല്ല. വർഷത്തിൻ്റെ അവസാന ഭാഗം എന്തായാലും വിവാഹത്തിന് അനുകൂലമായ സമയമാണ്. സ്ത്രീകൾക്ക് അനുകൂലമായ സമയമാണ്. നല്ല പ്രണയബന്ധങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സമയമാണ് ഈ 2026 വിഷു വർഷം. ബിസിനസ്സുപരമായി പറയുകയാണെങ്കിൽ ബിസിനസ്സിന് ആദ്യ പകുതി അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല, അത് കഴിഞ്ഞാൽ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പൊതുവെ ചതയം നക്ഷത്രത്തിന് കുറേ ഗുണാനുഭവങ്ങളും അതിൻ്റെ കൂടെ തന്നെ ദോഷാനുഭവങ്ങളും ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യ സ്വാമിയെ നന്നായി പ്രാർത്ഥിക്കുക, ഷഷ്ഠി വ്രതം പോലുള്ളത് അനുഷ്ഠിക്കുക, കൂടാതെ ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാന് വേണ്ട വഴിപാടുകൾ എല്ലാം ചെയ്യുക. കൂടാതെ വീടിനടുത്തുള്ള ദേവി ക്ഷേത്ര ദർശനം നടത്തുക, ദേവിക്ക് വേണ്ട വഴിപാടുകൾ നടത്തുക. കൂടാതെ ക്ഷേത്രത്തിലിരുന്ന് ലളിതാ സഹസ്രനാമം 3 പ്രാവശ്യം ചൊല്ലുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണ് എങ്കിൽ ചതയം നക്ഷത്രത്തിന് വരാനിരിക്കുന്ന ദോഷങ്ങളെല്ലാം മാറി നല്ല ഒരു വർഷമായി തീരും ഈ 2026. എല്ലാ ചതയ നക്ഷത്രക്കാർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു.